ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മൈനിങ് ഏരിയ സെറ്റ് ചെയ്തു. ഈ എപ്പിസോഡ് നമുക്ക് മോബ് ഫാർം സെറ്റ് ചെയ്യണം. ആ ബാക്കിൽ കാണുന്ന ആ മലയിലാണ് നമ്മൾ മോബ് ഫാർം സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അതൊന്ന് നമുക്ക് ശരിയാക്കാം. ഈ ഡേർട്ടൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണം. അതേമാതിരി ഇതിൻ്റെ മേലെ ഭാഗം ബോൺവിൽ ചെയ്യാൻ വേണം. കിട്ടിയില്ല, പോട്ടെ. വേറൊരുത്ത അവിടെ നിന്ന് കയറിയുണ്ട്. ആർമറൊന്നും ഇല്ലാത്തതാണ്, നമ്മൾ ചാവും, എടുത്ത് പോകാൻ പറ്റില്ല. അവിടുത്തെ ഡേർട്ട് മാറ്റിയാണ്ട് റീപ്ലേസ് ചെയ്യാം. ഫുള്ള് ഗ്രാസാണ് ഈ ഡേർട്ട് കഴിയാണ്ട്, എന്നാലേ കാണാനൊരു ഭംഗിയുള്ളൂ. ഒരു പാത്തൊക്കെ സെറ്റ് ചെയ്ത് ഞാനിതൊന്ന് ഫുള്ള് സെറ്റാക്കിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ള് റീപ്ലേസ് ചെയ്തു. നമ്മൾ ഡേർട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാസ് ബ്ലോക്കൊക്കെ സ്പ്രെഡ് ചെയ്യാണ്ട് നമുക്ക് ബോൺവില്ലൊക്കെ ചെയ്യണം. ബോൺവിൽ നമുക്ക് എപ്പിസോഡിൻ്റെ ലാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ഗ്രാസൊക്കെ സെറ്റ് ചെയ്തോളും. പിന്നെ നമുക്ക് മോബ് ഫാർം സെറ്റ് ചെയ്യാം. മോബ് ഫാർം അപ്പുറത്ത് കാണുന്ന മലയിലാണ്. നമുക്ക് ഈ ബെഡും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം എടുത്ത് കൊണ്ടുപോയി നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പോവാം. കുറച്ച് ബ്ലോക്ക് വേണ്ടി വരും. ഒരു 10 സ്റ്റാക്ക് ബ്ലോക്കാണ് സാധാരണ യൂസ് ചെയ്യാറ്. പക്ഷെ നമ്മൾ മല ആയതുകൊണ്ട് നമുക്ക് ബ്ലോക്കിൻ്റെ ആവശ്യം അല്ലാതെ ഇല്ല. മല പൊളിച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോൺ കട്ടറും ഇതൊക്കെ ഇപ്പോൾ കഫ്റ്റി ടേബിളൊക്കെ കൊണ്ടുണ്ടാവും, നമുക്ക് അവിടെ ആവശ്യം വരും. അപ്പോൾ ഇനി ഇതാ പോകാം. നമുക്ക് ആ കാണുന്ന മലേൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്ന് റെഡിയാക്കണം. പിന്നെ അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സെൻറ്ററൊക്കെ കണ്ടുപിടിക്കണം. അത് ഏറ്റവും ടോപ്പിലെത്തിക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കുഴിച്ച് റെഡിയാക്കണം. ഇവിടെ കണ്ടാണ് സെൻറ്റർ നമുക്ക് കണ്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. നമ്മളെ ബേസൊക്കെ നല്ല സാറൊക്കെ കണ്ട് നമുക്ക് പേരൊക്കെ ആക്കണം. നല്ല അടിപൊളിയായി കാണണം. ഫാമൊക്കെ ബിൽഡൊക്കെ നമുക്ക് വരാണ്ട് അവിടെ നമ്മളെ ബ്രീഡറും അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഓരോ ബിൽഡൊക്കെ ഉണ്ടാക്കി നമ്മളങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് വിഷയത്തിൽ തന്നെ മാറി നമുക്കിവിടെ ബ്ലോക്ക് ഒന്ന് എണ്ണിക്കാണ്ട് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഞാൻ ഈ തല മുതൽ ഒരു തല വരെ നമുക്ക് എത്ര കണക്കുണ്ടോ ആ കണക്കിനനുസരിച്ചൊന്ന് ഞാൻ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ 4 ബ്ലോക്കാണ് നമ്മളെ കില്ലിങ് ഏരിയ ആയിട്ട് സെൻറ്റർ ബ്ലോക്കായിട്ട് കണക്കാക്കേണ്ടി. ഈ 4 ഡേർട്ട് ബ്ലോക്ക് അതില്ല. ഇതും ഈ 4 ബ്ലോക്കാണ്. നമുക്ക് ഈ പൊസിഷൻ നോക്കിയാണ്ട് ഇനി അടി പോയി വരുന്ന ഒരു ലെവലാക്കി എടുക്കണം. അങ്ങനെ കറക്റ്റാക്കി എടുത്താൽ കറക്റ്റ് പൊസിഷൻ സെൻറ്റർ കിട്ടും. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ മലേൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു മോബൊക്കെ സ്പോണാവണ സ്പോട്ട് നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. ഞാനേ നല്ല അടിയൊക്കെ തിരിയാണ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിൽ ആ പൊസിഷനിൽ എത്തണം. അപ്പോൾ അതുവരെ നമുക്കൊരു വഴി സെറ്റ് ചെയ്യണം. ബ്ലോക്ക് മൈൻ ചെയ്തുകൊണ്ട് ഞാൻ നമ്പറൊന്ന് കണ്ടുപിടിച്ചാട്ടെ. ഇവിടെ അല്ല, ഇങ്ങോട്ട് നീങ്ങണം. ഇങ്ങോട്ട് ഇതാ 120. ഇവിടെ നിന്നാണ്ട് 4 ബ്ലോക്ക് നമുക്ക് മൈൻ ചെയ്ത് പോവാം. താൽക്കാലികമായിട്ട് ഒരു ബ്ലോക്ക് നമുക്കിങ്ങനെ മൈൻ ചെയ്ത് പോവാം. ഞാനത് ആ പൊസിഷനിലെത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ആ 4 ബ്ലോക്ക്. നമ്മുടെ ഫുള്ളൊന്ന് നിൽക്കാനുള്ള കേസിൽ നമുക്ക് ഇപ്പോൾ ഒരാളായി ഒന്ന് 3 ബ്ലോക്ക് ആയിട്ടും ഒരു 2 ബ്ലോക്ക് ഗ്യാപ്പിൽ നമുക്ക് ഒന്ന് മൈൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അതേമാതിരി സൈഡ് ഭാഗമൊക്കെ ഒന്ന് നിൽക്കാനുള്ള സൈസിൽ ചുറ്റുഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് മോൾക്ക് കയറിയാണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതാ ഫുള്ള് മൈൻ ചെയ്ത് പാത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് കറക്റ്റ് അവിടെ എത്തും. ഇവിടെയും കൂടി ഒന്ന് ശരിയാക്കാണ്ട്. ഇതാണ് 4 ബ്ലോക്ക്. 4 ബ്ലോക്കായിട്ട് നമുക്ക് ഇനി മേലേക്ക് കയറിക്കാണ്ട് ആദ്യം ആ സ്പോട്ട് സെറ്റ് ചെയ്യാം. ഇൻവെൻറ്ററി ഫുള്ളാണ്. നമുക്കൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്താണ്ട് ഈ ബ്ലോക്കുകളൊക്കെ അവിടെ വെക്കാം. ചെസ്റ്റ് ഇവിടെ വെച്ചാൽ നമുക്ക് ഫുൾ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അത് ക്ലീനാക്കി നമുക്ക് മേലേക്ക് കുഴിച്ച് കയറണം. ഫുഡ് കുറവാണ്. നമുക്ക് ഫുഡ് നമുക്ക് സെറ്റ് ചെയ്യണം.
ഒന്ന് കുറച്ചേ നമുക്ക് കിട്ടണുള്ളൂ. ഇനി മേലേക്ക് ഇങ്ങനെ ഈ 4 ബ്ലോക്ക് ഹൈറ്റിൽ കറക്റ്റ് 4 ബ്ലോക്ക് ഗ്യാപ്പിലങ്ങനെ ഫുള്ള് കുഴിച്ച് പോകണം. ഒരു 22 ബ്ലോക്ക് ഗ്യാപ്പ് നമുക്ക് വേണം. അങ്ങനെ മൂവുകൾ ഒറ്റയടിക്ക് ചാവുള്ളൂ. അപ്പോൾ അത്രയും ഹൈറ്റിൽ നമുക്ക് ഞാനൊന്ന് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ആ കുഴിച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒരു ബക്കറ്റ് വെള്ളം കുഴിച്ച് വെക്കണം. അപ്പോൾ എല്ലാം കുഴിച്ചൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഫുള്ള് മൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ വൈ ലെവൽ 89 എത്തിയിട്ടുണ്ട്. മലേൻ്റെ 2 സൈഡ് തുറന്ന് കാണുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അവിടെ ബ്ലോക്ക് വെച്ച് അടക്കാം. അപ്പോൾ ബ്ലോക്ക് എടുത്തവിടെ നിങ്ങൾക്ക് ഈ സാൻഡ് പൊട്ടിച്ചെടുക്കൽ എങ്ങനെ അറിയും? സാൻഡ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടാൻ ഈ അടിയത്തെ ബ്ലോക്ക് വെച്ച് കണ്ട് നേരെ ടോർച്ചുണ്ട് പ്ലേസ് ചെയ്താൽ മതി. ഒറ്റയടിക്ക് പൊട്ടിക്കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട്. അങ്ങനെയാണ് സാൻഡൊക്കെ നമുക്ക് ആദ്യം ഗ്രാവൽ ഒക്കെ അങ്ങനെ ചെയ്യാം. ഈ സൈഡ് ഭാഗം കവർ ചെയ്യാൻ നമുക്ക് ഡീസലൈറ്റിൻ്റെ ബ്രിക്ക് തന്നെ ഇവിടെ ബ്രിക്ക് എടുക്കാം. അതൊരു സ്റ്റേക്ക് എടുക്കട്ടെ. ഇതൊന്ന് ഫുള്ള് മൂടിക്കാണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഫുള്ള് ഇവിടെ കവർ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്യണം. ഞാനൊന്നും ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഫുള്ളാക്കി. ടോർച്ചൊക്കെ വലിച്ചില്ല. അത് ഈ സൈഡ് ഫുള്ളായിട്ടുണ്ട്. ഇനി ആ സൈഡ് കംപ്ലീറ്റ് ആക്കണം. അവിടെ ഇതേമാതിരി ഫുള്ള് എടുക്കണം. നമ്മൾ വർക്കാവുള്ളൂ. പിന്നെ അതും കൂടി ഒന്ന് ഫുള്ളാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടി വെച്ചു ഫുള്ളായി. ഒരു മിക്സ് ക്ലിക്ക് ഉണ്ട്, അതൊന്ന് എടുക്കാം. എല്ലാ സൈഡും പടിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫുള്ള് ചുറ്റും ടാപ്പ് ഡോർ വെക്കണം. ടാപ്പ് ഡോർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു 1.5 സ്റ്റാക്കിന് വേണം. അപ്പോൾ അതൊരു 50 ഉണ്ടാക്കണം. ഫുള്ള് സെറ്റ് ചെയ്യാം. പിന്നെ അതേമാതിരി എല്ലാ സൈഡും ഫുള്ള് കവർ ചെയ്യണം. 2 സൈഡും അതേമാതിരി കവർ ചെയ്യണം. ഇത് തുറന്ന് വെക്കും വേണം. പിന്നെ അത് ഫുള്ളൊന്ന് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മേലെ കയറിയിട്ട് ഒരു വെള്ളം ഇൻഫിനിറ്റി വാട്ടർ സെറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു 3 ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് 2 ബക്കറ്റ് വെള്ളം വെച്ചുകൊണ്ട് ഇൻഫിനിറ്റി വാട്ടർ സെറ്റ് ചെയ്യാം. നമുക്ക് എല്ലാ സൈഡും 2 ബക്കറ്റ് വെള്ളം ഒഴിക്കണം. ഫുള്ള് വെച്ചോണം. ഇത് അവിടെ ഉള്ള വെള്ളം എടുക്കാം. നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ കിട്ടും. അപ്പോൾ ഈ തലക്കത്ത് തുറന്നുകൊണ്ട് ഒഴിക്കണം. 2 ബ്ലോക്കിൽ ഒഴിക്കണം. അപ്പോൾ അത് അവിടെ കറക്റ്റ് വന്നുകൊണ്ട് എൻഡ് ചെയ്യും. തലക്ക കറക്റ്റ് വന്ന് എൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെഡി ആണെന്ന് അർത്ഥം. എന്തോ തെറ്റ് ചെയ്യണം, എന്തോ തെറ്റാറില്ല. ഒരു ബ്ലോക്ക് ഉള്ളിൽ കൂടി നീങ്ങണം. അപ്പോൾ ഞാൻ എടുത്ത് കണക്ക് തെറ്റിക്കണം. ഒരു ബ്ലോക്ക് കൂടി ഉള്ളിലേക്ക് നീക്കി വെക്കണം. ഇപ്പോൾ റെഡിയാവും. അതാണ് പ്രശ്നം. ഞാനൊന്ന് ശരിയാക്കട്ടെ. അത് ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബട്ടൺ വെച്ചുകൊണ്ട് ഇവിടെ ബട്ടൺ വെക്കണം. നമുക്ക് സ്പൈഡർ സ്പോണാവാൻ വെക്കാൻ. എന്നാലും സ്പോണാവും. അത് ഏകദേശമൊക്കെ ഒരു കുറഞ്ഞു കിട്ടും. പിന്നെ അതാ ഒരു ബ്ലോക്ക് കൂടി നീക്കി ഇതാക്കാനുള്ള ഇനി നമുക്ക് ചിലയിടത്തൊക്കെ ഞാൻ അങ്ങനെ നീക്കണം. അപ്പോൾ അങ്ങനെ ഫുള്ളായിരാച്ചൊരു പ്രശ്നമൊന്നുമില്ല. എന്നാലും എഫിഷ്യൻ്റായി വർക്കാവും. ഈ ബട്ടൺ വെക്കണമെങ്കിൽ ഒരു ഓർഡർ ഉണ്ട്. 2 ബ്ലോക്ക് ഗ്യാപ്പിട്ട് അങ്ങനെയല്ല. ഞാൻ താൽക്കാലികമായിട്ട് ഒന്ന് നോക്കട്ടെ. ഇങ്ങനെ 4 ബ്ലോക്ക് ഇല്ലല്ലോ. ഇങ്ങനെ 4 ബ്ലോക്ക് അതിൽ സ്പൈഡർ സ്പോണാവും. ഒന്ന് പൊട്ടിച്ചാണ്ട് എടുത്ത് വെച്ചാണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഫുള്ള് വെച്ചാണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതാ ഫുള്ള് ബട്ടൺ വെച്ചു. ഫുള്ളിലോടത്തും വെച്ചു. ഈ ഒരു പാറ്റേണിൽ വെക്കണ്ടി. നമുക്ക് ഈ ടേബിളൊക്കെ തുറക്കാം. ഇവിടുത്തെ പണി കഴിഞ്ഞു. എല്ലാ ടേബിളും തുറന്നേക്കാം. ഇത് വർക്കാവുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇറ്റാകുമ്പോൾ സോംബീസും ഇതൊക്കെ സ്പോണാവും. അപ്പോൾ എന്നിട്ട് ഈ ടേബിൾ ഇങ്ങനെ നടന്നാണ്ട് എന്നിട്ട് ചാടിക്കാണ്ട് ആ കൊച്ചു കില്ലിങ് ഏരിയക്കാണ് വരും.
സംഗതി അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു XP ഫാർമും മോബ് ഫാർമൊക്കെയാണ്. വേറെ ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് ഞാൻ റെഡിക്ക് ഇറങ്ങാണ്. ഈ ബ്ലോക്കൊക്കെ ഓടി ഒഴിവാക്കണം, അല്ലെങ്കിൽ സോംബി ഒന്നാണ്ട് ചാടില്ല. ഫുള്ള് ഇരുട്ടാവും വേണം അവിടെ. ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിയിലേക്ക് ഇറങ്ങട്ടെ. പിന്നെ അടിയിൽ കില്ലിങ് ഏരിയയും സെറ്റാക്കണമുണ്ട്. അതും കൂടി സെറ്റാക്കിയാലേ നന്നാവുള്ളൂ. അല്ലെങ്കിൽ സോംബീസ് ഇപ്പോൾ ക്രീപ്പറൊക്കെ ഇപ്പോൾ തന്നെ വന്നാൽ ചിലപ്പോൾ കൊണ്ട് പൊട്ടിത്തെറിച്ചു. വേഗം സെറ്റ് ചെയ്യണം. അടി ചാടട്ടെ. ഇനി ഇവിടെ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചു. ഈ ടോർച്ച് എടുത്തുകൊണ്ട് നേരെ അടി ചാടാം. അല്ലെങ്കിൽ നാലും ഇതും വെച്ചുകൊണ്ട് കില്ലിങ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ടോർച്ച് എടുക്കാൻ പോവാം. ഞാൻ അതാണ് അവിടെ വെച്ചത്. അപ്പോൾ അതവിടെ കില്ലിങ് ഏരിയ ആണ്. ഇവിടെ ബ്ലോക്കൊക്കെ ഓടിച്ച് റെഡിയാക്കിയാണ്. ഇനി നമുക്ക് ഓപ്പറും കാര്യങ്ങളൊക്കെ വെക്കാം. 4 ഓപ്പർ വേണം. ഈ ഒരു ലെവലിൽ ചെസ്റ്റും വെക്കാണ്ട് ഈ ചെസ്റ്റ് അവിടെ നിന്ന് പൊട്ടിച്ചാണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ചെസ്റ്റ് കൂടി ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചെസ്റ്റ് കൂടി നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇനി ഇത് അതേമാതിരി വെക്കണം. 4 സൈഡ് ഓപ്പർ, എല്ലാത്തേക്കും ഓരോന്ന് ഓപ്പർ വെച്ചാൽ മതി. അപ്പോൾ സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഇത് മിസ്ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് ഈ ചെസ്റ്റ് കൂടി വെച്ചാൽ സംഗതി സെറ്റാവും. മേലെ പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ബ്ലോക്കുകളൊക്കെ നമുക്ക് ഇവിടെ ബ്ലോക്ക് വെച്ച് മറിച്ച് വെക്കാം. നമുക്ക് ബ്രിക്കിനെ വെക്കാം. ബ്രിക്കൊരു കൊല്ലം ഇനിയും വേണ്ടി വരും. ഇതേമാതിരി എല്ലാ സൈഡും വെക്കണം. പിന്നെ ഫുള്ളും വെക്കട്ടെ. അതേമാതിരി ഈ സൈഡും അതേമാതിരി ഈ സൈഡും. നമുക്ക് സ്ലാബ് അതേമാതിരി വെക്കണം. അതിൻ്റെ മേലെ സ്ലാബ് ഓപ്പറിൻ്റെ മേലെ 4 മതി. ഇവിടെ 2 വെക്കണം. അതേമാതിരി ഇവിടെ നമുക്ക് ടാപ്പ് ഡോറിന് വെക്കണം. നമുക്ക് വെക്കാം. സ്പോർട്സിൻ്റെ ടാപ്പ് ഡോറ് സ്പോർട്സ് ചെയ്യാൻ പറ്റരുത്. സ്പോർട്സ് നമുക്ക് കൊടുന്നേക്കാം. ഞങ്ങൾ മേലെ കയറിയാണ്ട് ടോർച്ചൊന്ന് ഇതാക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടോർച്ച് കൂടി പൊട്ടിച്ചാൽ ഇവിടെ ഫുള്ള് ഇഷ്ടായി. നമുക്ക് അടിയിൽ ചാടാം. അവിടെ വെച്ച് ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് പൊടിച്ചാൽ ഈ ബ്ലോക്ക് പൊടിച്ചാൽ നമുക്ക് അടിയിൽ ചാടാം. ഞാൻ അടിയിലേക്ക് എത്തി. നമുക്ക് ഈ ബ്ലോക്ക് അടക്കാം. അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് എൻ്റെയാണ്. മഴ താൽക്കാലിക നമുക്ക് ഒരു ബ്ലോക്ക് വെക്കാം 4 സൈഡിലും. അല്ലെങ്കിൽ ആണ്ട് നിന്നാൽ നമ്മൾ അവിടെ നിന്ന് ക്രീപ്പർ നമുക്ക് കാണും. ക്രീപ്പർ പൊട്ടിത്തെറിച്ച് ആകെ എളുപ്പമാകും. നമുക്ക് വരുന്നൊരു വെയിറ്റ് ചെയ്യാം. വേണ്ടിയാണ് ബെഡ് റോക്കിൽ വലിയാലും കുറച്ച് സ്ലോ ആണ് ഇത്. കാരണം നമ്മൾ എവിടെ ഉണ്ടാക്കിയാലും മലേൻ്റെ ആയാലും വെള്ളത്തിൻ്റെ മേലെ എവിടെ ഉണ്ടാക്കിയാലും കടലിൻ്റെ മേലെ ഉണ്ടാക്കിയാലും വലിയ എഫിഷ്യൻ്റ് ഒന്നുമല്ല ജാവിത്തെ അത്ര. ജാവിയിലാണ് നല്ല എഫിഷ്യൻ്റായി വർക്കാവുള്ളൂ. ബെഡ് റോക്കിൽ ഇങ്ങനെയൊക്കെ തന്നെ റെഡി ആവുള്ളൂ. കേവൊക്കെ ഇതിൻ്റെ അടിയുള്ള കേവുകളൊക്കെ ലൈറ്റ് ചെയ്യണം, എന്നാലേ കറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ കൈക്കുള്ള സാൻഡൊക്കെ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അപ്പോഴത്തേനൊന്ന് ഇവിടെയുള്ള ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി വരുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്ന് പോയി നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റിച്ചു. ഇത്ര നേരമായിട്ടൊന്നും വന്നിട്ടില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത്ര നേരമായിട്ടൊന്നും വന്നിട്ടില്ല. വന്നു സ്കെൽറ്റ് എത്തി. അപ്പോൾ സംഗതി വർക്കിംഗ് ആണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡ് നമുക്ക് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് കുറേ നേരം FK എന്നിട്ട് SP ഒക്കെ സെറ്റാക്കിക്കാം. ശരി, എന്നാൽ ടാറ്റ ബൈ.